ഹലോ, ഞാനൊരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുക. ഒരിക്കൽ ഒരു മനുഷ്യൻ തായ്ലൻഡിലെ ഒരു ഗ്രാമത്തിൽ കൂടി നടന്നു പോവുകയായിരുന്നു. അല്ലെങ്കിൽ നടന്നു പോയപ്പം ഒരു ആനയെ വളർത്തുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ഈ മനുഷ്യൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്നപ്പം ഈ ആനകളെല്ലാം വളരെ ചെറിയ ദുർബലമായ കയറുകൾ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പം ഈ മനുഷ്യൻ വിചാരിച്ചു, ഇത്രയും വലിപ്പമുള്ള ഈ മൃഗത്തെ ഈ ചെറിയ കയറ് കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ ഇതിനിത് പൊട്ടിച്ചു പോകാൻ ഒരു പ്രയാസമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഇതിനെ നോക്കുന്ന ആളുടെ അടുത്തേക്ക് ഈ മനുഷ്യൻ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആനകളെ ഇത്രയും ചെറിയ കയർ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്? ഇത് പൊട്ടിച്ചു പോകത്തില്ലേന്ന് ചോദിച്ചു. അപ്പം ഇതിനെ പരിപാലിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ഇതിനെ വളരെ ചെറുപ്പത്തിൽ, വളരെ യങ് ഏജിൽ ഇവിടെ കൊണ്ടുവന്നതാണ്. ഈ കൊണ്ടുവന്ന സമയം മുതൽ ഇതിനെ ഈ ഒരു ചെറിയ കയറിലാണ്, അന്നത്തെ അതിൻ്റെ ആ ഒരു ആരോഗ്യത്തിനനുസരിച്ചുള്ള ആ ഒരു കയറിലാണ് അതിനെ ബന്ധിച്ചത്. അതിൻ്റെ അന്നത്തെ ആ സമയത്ത് ഇനിഷ്യൽ സ്റ്റേജിൽ ഇത് പൊട്ടിച്ചു പോകാനൊക്കെ ട്രൈ ചെയ്തെങ്കിലും അന്നത്തെ ആ ഒരു ബലത്തിന് ഇത് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നിപ്പം വലുതായിട്ടും ഈ ആനയുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, തനിക്കിത് പൊട്ടിച്ചു പോകാൻ കഴിയില്ലെന്ന്. പക്ഷേ ആ കയറിൻ്റെ വലിപ്പമോ ആനയുടെ വലിപ്പമോ ആന മനസ്സിലാക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്നും അവർ ആ ചെറുപ്പത്തിൽ ഏത് കയർ ഉപയോഗിച്ചാണോ അതിനെ ബന്ധിച്ച്, അല്ലെങ്കിൽ ഏത് ചങ്ങല ഉപയോഗിച്ചാണോ അതിനെ ബന്ധിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് വലുതായിട്ടും അവർ ബന്ധിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും പറയാറുണ്ട്, ആന ഒരിക്കലും കെട്ടിയിരിക്കുന്ന കെട്ടുമൂട് പൊട്ടിച്ചു പോകില്ല എന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. പക്ഷേ ഞാനിതിൽ നിന്നും ഒരു ചെറിയ ഒരു സാരോപദേശം, അല്ലെങ്കിൽ ചെറിയൊരു ഇൻസ്പിറേഷണൽ തോട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അതായത് പലപ്പോഴും നാം നമ്മുടെ സാഹചര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ടവരാണ്. അതായത് നമുക്ക് ഒരിക്കൽ ചെയ്തിട്ട് ചെയ്യുവാൻ കഴിയാതെ പോയ പല കാര്യങ്ങളുണ്ട്. പക്ഷേ നാം വീണ്ടും ട്രയൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ വിമുഖത കാണിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരിക്കൽ നാം പരാജയപ്പെട്ടതാണ്, അപ്പോൾ വീണ്ടും അതെനിക്ക് ചെയ്യുവാൻ കഴിയുമോ എന്ന്. അതുകൊണ്ട് സാഹചര്യങ്ങളുടെ ബന്ധങ്ങളിൽ ഒരിക്കലും ബന്ധിക്കപ്പെട്ടവരായിരിക്കരുത്. നിങ്ങൾ ഒരിക്കൽ ജീവിതത്തിൽ എന്തിലെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളത് ചെയ്യണം. നിങ്ങളുടെ അന്നത്തെ അവസ്ഥയായിരിക്കില്ല, നിങ്ങളുടെ അന്നത്തെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അന്നത്തെ വ്യക്തിത്വമായിരിക്കില്ല. ഒരു മനുഷ്യൻ കാലങ്ങൾ കഴിയുന്തോറും സ്വഭാവത്തിലും അല്ലെങ്കിൽ കഴിവിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പണ്ടത്തെ അവസ്ഥ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങളുടെ പാസ്റ്റിനെ ഒരിക്കലും നിങ്ങൾ പ്രസൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല. യു ട്രൈ ഫോർ യുവർ ബെസ്റ്റ്, യു വിൽ വിൻ.